ഒരു രക്ഷയില്ലാണ്ട് സ്റ്റാച്യു. ബ്യൂട്ടിഫുൾ. Oh damn man, damn. നമ്മുടെ പയ്യനാണ് അകത്തേക്കണ. നീഹ നിങ്ങൾക്ക് എൻ്റെ ഈ ക്യാമറ എൻ്റെ പൊന്നെ. വാട്സ്ആപ്പ് ഹോമീസ്, വാട്സ്ആപ്പ് വെൽക്കം ടു നമ്പറിൽ രണ്ടുണ്ട് കാര്യം. ഹോമീസേ ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. 2025 നിങ്ങൾക്ക് എല്ലാ ഹാപ്പിനെസ്സും തരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇപ്പോ എവിടെയാണെന്നറിയാം? നമ്മളിപ്പോ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വിയറ്റ്നാമിലാണ്. ഞാൻ കുറെ ദിവസമായി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ വിയറ്റ്നാം ചൂസ് ചെയ്തതാണ്. അപ്പൊ വിയറ്റ്നാമിൽ തന്നെ ഞാൻ ആദ്യം എൻ്റെ ഒരു ഫ്ലൈറ്റ് പാറ്റേൺ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഹോച്ചിമിൻ സൈഗോണിൽ വന്നിറങ്ങി. സൈഗോണിൽ നിന്ന് നേരെ ഞാൻ നമ്മുടെ ഡനാങ്ങിലോട്ട് എത്തി. ആകെ രണ്ട് സെൻട്രൽ വിയറ്റ്നാമും സൈഗോണും ആണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം എനിക്ക് ആകെ 7 ദിവസത്തെ ട്രിപ്പുള്ളൂ. അപ്പൊ 7 ദിവസത്തെ ട്രിപ്പ് എല്ലാം ഒന്ന് ഓടിപ്പടഞ്ഞ് കാണാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്കുള്ളത് നന്നായിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ വന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഡനാങ്ങിലാണ്. ഡനാങ് സെൻട്രൽ ഡനാങ്ങിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടോ നമ്മുടെ ഡ്രാഗൺ ബ്രിഡ്ജ് ഫേമസ്. രാത്രി വേറെ ലിറ്റ് സാധനം കേട്ടോ. ഈ സിറ്റി തന്നെ മാറും രാത്രി, കാണാൻ തന്നെ മൂഡ് വേറെയാ. അപ്പൊ ഞാനിന്ന് ഡനാങ്ങിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പ്രതീക്ഷിച്ചേക്കാ വ്യത്യാസമാട്ടോ വിയറ്റ്നാം. ഞാൻ വെച്ചാൽ ഭക്ഷണം ഭയങ്കര ബോറായിരിക്കുന്നു. പക്ഷെ ഭക്ഷണമൊക്കെ കൊള്ളായിരുന്നു, നൈസാണ്. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് പിന്നെ വേറൊരു കാര്യം, വിയറ്റ്നാമിലോട്ട് വരാനുള്ള വിസ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ടെൻഷൻ ചെയ്യണ്ട. ഭയങ്കര ചീപ്പറായിട്ടുള്ള ചീപ്പല്ല, ഭയങ്കര എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ്. വെറുതെ ടപ്പ ചെയ്തുകൊണ്ട് വിസ കിട്ടും. നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ചലോ വിയറ്റ്നാം. അപ്പൊ ഹോമീസ്, ഞാനുണ്ടല്ലോ നമ്മുടെ ഡനാങ്ങിലെ മാർബിൾ മൗണ്ടൻസ് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. മാർബിൾ മൗണ്ടൻസിൽ പോവാൻ നല്ല മഴയാട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കുക. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് അങ്ങോട്ടുള്ളത്. അപ്പോൾ അതിനാണ് ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഞാൻ പറയുവാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക മാക്സിമം. അത് നിങ്ങൾക്ക് ഭയങ്കര സുഖമാണ്, ചീപ്പറുമാണ്. ഗ്രാബും ചീപ്പറോ, പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അത് ഭയങ്കര ചീപ്പറാണ്. അപ്പം മൊത്തം സേവിങ്സ് മാത്രമേ ഉള്ളൂ യാത്ര ചെയ്യാൻ. പിന്നെ എല്ലായിടത്തേക്കൊന്നും ബസ്സൊന്നുമില്ല. നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് നിങ്ങളോട് പറയാട്ടാ സംഭവം. നല്ല രസമായിട്ടോ അതിവിടെ സിറ്റി കൂടെ അങ്ങനെ നടക്കാൻ. ഹോച്ചിമിനിലാണ് വേറെ കളിയാ. അപ്പോൾ ഇതൊരു പള്ളി കേട്ടോ ഹോമിസ്. ഇവിടെ എന്താ പരിപാടിയാണ്? നാളെ സൺഡേ അല്ലേ? ന്യൂ ഇയർ അല്ലേ? സൺഡേ അല്ലേ, ന്യൂ ഇയർ ആവുമല്ലേ. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയാണ് മക്കളെ. ഒരു രക്ഷയില്ലാത്ത ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ. ഈ പള്ളിയിൽ എന്താ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. മറ്റന്നാളായിരിക്കും. ബസ് സ്റ്റോപ്പ് എത്താറായി. ഇവിടെ നിന്ന് ബസ് പിടിക്കണം നമുക്ക്. ഏതാ ബസ് നമ്പർ 16. ഇതാകടാ അല്ല 155 ട്രാൻഫു. ഏതൊരു 16 ആണ്. അത് പിടിക്കണം. അത് പിടിച്ച് നേരെ മാർബിൾ മൗണ്ടൻ അതിലോട്ട് പോവുക. ഓക്കെ, ഞാൻ ബസ് കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഹോമീസ്, നമ്മുടെ ഇത് ബസ്സൊന്നും അല്ലല്ലോ. അത് ഷട്ടിൽ മരത്തൊരു വണ്ടി. ബസ് ലൈൻസ് ആണ് കേട്ടോ. നമുക്കിതിൽ പോകാൻ കയറാം. Yeah, it's scanning. You go ahead. $8,000? Yeah. 5, 6, 7. There you go.
താങ്ക് യു. അപ്പോൾ ഹോമീസ്, ഈ ഒരു റൈഡിന് നമുക്കായത് 8000 BND കേട്ടാണ്. അതായത് 8000 ഡോങ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക 8000 എന്നൊക്കെ പറയുമ്പോൾ വലിയ പൈസയല്ല. അല്ല, ശരിക്കും ഭയങ്കര ചീപ്പാണ്. അത് 8000 എന്നൊക്കെ പറഞ്ഞാൽ ഒരു 30 രൂപേനെ എടുത്തേ വരുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. ഡനാങ്ങിൽ ഒരു പ്രശ്നമുണ്ട്, എല്ലാ സ്ഥലത്തോട്ടും പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. ചില സ്ഥലത്തോട്ട് നിങ്ങൾക്ക് ചില ആപ്പുകൾ ഉപയോഗിക്കേണ്ടി വരും. അതായത് ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പ്, അത് ഊബറുമാതിരി തന്നെ അവരുടെ ബൈക്കും ഉണ്ട് ക്യാബും ഉണ്ട്. അപ്പോൾ പക്ഷേ അല്ലാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. അത് ഭയങ്കര ചീപ്പറാണ്. പിന്നെ ഭയങ്കര നല്ല ബസ്സുകളാട്ടോ ഇവിടുത്തെ എല്ലാം ഫുള്ളി എയർ കണ്ടീഷനഡ് ആണ്. പിന്നെ നമ്മുടെ മാർബിൾ മൗണ്ടൻസിലോട്ട് ഇവിടെ നിന്നൊരു 10-15 സ്റ്റോപ്പുള്ളൂ. അതായത് ഒരു ഏകദേശം നോക്കിയപ്പോൾ ഒരു 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ഈ ബസ് റൈഡ് എൻജോയ് ചെയ്ത് നേരെ മാർബിൾ മൗണ്ടൻസിൽ വന്നെത്തും. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാട്ടോ അടുത്ത്. താങ്ക് യു. അങ്ങനെ ഹോമീസേ, ഇതാണോ മാർബിൾ മൗണ്ടൻ? ഈ ലൊക്കേഷൻ കാണുന്നത് തോന്നുന്നു. ഓ, ആ വഴിയാണ്, അങ്ങോട്ടാണ്. കുറേ മാർബിൾസ് ഇപ്പം തന്നെ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് മാർബിൾ മൗണ്ടൻസിലോട്ട് പോകേണ്ടത് നമുക്ക്. എന്താ കടലക്കറിയോ? കടലക്കറി ഒന്നല്ല കേട്ടോ, വേറെ എന്താ സാധനമോ. അവിടെ കാണുന്നതാണ് മാർബിൾ മൗണ്ടൻ. കാണാനുണ്ട്. ബ്യൂട്ടിഫുൾ. വന്നപ്പോൾ തന്നെ നല്ല തിരക്കാട്ടോ. മാർബിളാണ് കണി ഹോമീസേ. കണ്ടോ, മാർബിൾ കണ്ടു. മാർബിൾ മൗണ്ടൻ. ഓക്കെ, ശരിയാ. ഈ വഴി മൊത്തം മാർബിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇനി എൻ്റെ എൻട്രൻസ് എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ, എന്ത് വലിയ പ്രതിമകളാണ് നോക്കിയത്. മാർബിളാണോ? ബ്യൂട്ടിഫുൾ. ഒരു ബുദ്ധയുടെ സ്റ്റാച്യു ഉണ്ടോ നിങ്ങൾ? കൊള്ളാല്ലേ. ഇത് മാർബിളാട്ടോ. ഉമീഷ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാച്യു ആണെന്ന് നോക്കിയേ. മൊത്തം കണ്ടോ? അത് ബുദ്ധയുടെ സ്റ്റാച്യുവാ. പല സ്റ്റാച്യുകളുണ്ട്. നമുക്കിനി മൗണ്ടനിലോട്ട് നടക്കാം കേട്ടോ. ചല്ലോ മാർബിൾ മൗണ്ടൻ. സ്റ്റാച്യു മാത്രമല്ല, അതേ സമയത്ത് ജീസസിൻ്റെ സ്റ്റാച്യു ഉണ്ട്. ഇത് ജീസസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ജീസസ്, മേരി എല്ലാം കൊള്ളാമല്ലേ. ബുദ്ധൻ്റെ ഇടയിൽ ജീസസ്. ഓ, കൂൾ. കണ്ടോ നിങ്ങൾ? അയ്യോ, എന്ത് വലിയ പ്രതിമയാണ് ബുദ്ധൻ്റെ. ഇത് ഫ്രണ്ടിൽ ജീസസ് ഇരിക്കുന്നു. ഇത് ഹോളി മേരി ആയിരിക്കും. നല്ല ഭംഗിയുള്ള സ്കൾപ്ചറാട്ടോ. മൊത്തം എന്തൊരു നല്ല ഭംഗിയാണ്. ഒറ്റൊരു വലിയൊരു മാർബിൾ കഷ്ണത്തിൽ നിന്ന് ഇങ്ങനെ പണിതായിരിക്കണം കേട്ടോ. അതൊക്കെ പ്രിട്ടി ബ്യൂട്ടിഫുൾ അല്ലേ? അതെ. അയ്യോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും ജീസസും ബുദ്ധനും നല്ല കോമ്പിനേഷൻ. അങ്ങനെ ഹോമീസ്, നമ്മളൊരു ടിക്കറ്റ് വാങ്ങിച്ചിട്ടാ മാർബിൾ മൗണ്ടനിലോട്ട്. 40,000 രൂപയാണ് ടിക്കറ്റിനായിട്ടുള്ളത്. 40,000 രൂപയല്ല, സോറി, 40,000 ഡോങ്. എന്തായാലും കയറാം. ഇവിടെയൊക്കെ ലക്ഷങ്ങളുടെ കളിയാട്ടാ. 5 ലക്ഷത്തിൻ്റെ നോട്ട്, 10 ലക്ഷത്തിൻ്റെ നോട്ട്. ചെരിഞ്ഞിറങ്ങണ്ടല്ലോ അമ്മേ. മെയിൻ എൻട്രൻസ് ഇതാ തോന്നുന്നു കേട്ടോ. ശരിക്കും ഓ, കൊള്ളാലോ. നിങ്ങൾക്കൊരു വ്യൂ കാണുന്നുണ്ടോ? ഈ മാർബിൾ മൗണ്ടൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ശരിക്കും 5 വലിയ ലൈം സ്റ്റോൺ മലകളാണ്. അത് ഭയങ്കര വലിയ സൈറ്റ് സീയിങ്, അത് വ്യൂ പോയിൻ്റ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ
അതാണ് ഫേമസ് ഫോർ. ഇപ്പം നിങ്ങൾ കാണുന്ന 5 മലയുള്ളൊരു മല അതാണ് അത്. അല്ല ഒരെണ്ണത്തിൽ നമ്മൾ കയറുന്നു. ഈ തൊപ്പിയുണ്ടോ? നല്ലത് തൊപ്പിയല്ലേ? എനിക്കിടെ തൊപ്പിയിട്ടാ കയറട്ടെ. വലുതായിട്ട് കയറാനൊന്നുമില്ല, ജസ്റ്റ് എ ടൂറിസ്റ്റ് അട്രാക്ഷൻ. നമുക്കിനി ഈ പടികളൊക്കെ മുകളിലോട്ട് കയറിയിട്ടായിരിക്കും മുകളിൽ വ്യൂ പോയിൻ്റ്. അപ്പോൾ ഞാൻ കയറട്ടെ ഏട്ടാ. അങ്ങനെ ഹോമിസേ നമ്മളോട് എത്തിയിട്ടുണ്ട്. ഓ ഇതായിരിക്കണം നമ്മുടെ വഴി. ഇവിടെ കേവ്സൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു. ഓ മറ്റേ സാധനം ഏത് വെഡ്ഡിങ് ഷൂട്ട്, ഫോട്ടോഷൂട്ട്, വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട് കണ്ടോ? അപ്പോൾ അവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് വരാം. ഓ വീണ്ടും കയറണല്ലേ? ഓക്കെ എന്നാൽ ഇനി എവിടെ? ഇതേ ഞാനിപ്പോൾ ഇവിടെ അല്ലേ? ഇത് ഇപ്പം അവിടെ എത്തൂട്ടാ. കണ്ടോ ഞാൻ ഒറ്റടിക്ക് ഇത് മുകളിലെത്തി. ഇനി ഞാൻ വ്യൂ പോയിൻ്റ് നോക്കട്ടെ. അവിടുത്തെ നല്ല തിരക്കാ. ഓ ഇതായിരിക്കണം അപ്പം 5 മലകൾ. 1 2 3 4. നമ്മൾ നിൽക്കണത് 5-ാം. അല്ലല്ല അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് 1 2 3. ആ ഇതൊരു മല, 5 മല. അങ്ങനെ ഇവിടുത്തെ വ്യൂ കൊള്ളാം കേട്ടോ. നല്ല രസമുള്ള വ്യൂവാ. എല്ലാം ലൈം സ്റ്റോൺ മലകളാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ അവിടത്തോട്ടൊന്നും ഇല്ല തോന്നുന്നു സൈറ്റ് സീയിങ്. ഇവിടെ മാത്രമേ ഉള്ളൂ സൈറ്റ് സീയിങ്. എന്തായാലും കൊള്ളാം, രസമായിട്ടുണ്ട്. എന്താ കേട്ടോ അങ്ങോട്ടെ വേറൊരു വ്യൂ പോയിൻ്റ് ഹോമീസ്. ഞാനിപ്പോൾ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ വീടാണല്ലോ ഇവിടെ? വീടല്ല കേട്ടോ, ഞാൻ ചോദിച്ചു വീടാന്ന് പെട്ടെന്ന്. ഇവിടെ വലിയ തിരക്കില്ല. എല്ലാവരും ആ വ്യൂ പോയിന്റിലോട്ടാണ് ഓടുന്നത്. താങ്ക് യു. ഡൊണേഷൻ ബോക്സ് ഉണ്ട്. ഇനി ഞാനായിട്ട് ഇവിടെ വന്നിട്ട് ഇനി ഡൊണേഷൻ ഇട്ടില്ല എന്ന് വേണ്ട. എന്തൊക്കെ പൈസ കളയണോ അല്ലേ? യാ 1000 ഡോങ്. തമാശയൊന്നും അല്ലെങ്കിലും ഞാൻ ഇവിടെ ഡൊണേഷൻ ഇട്ടില്ല എന്ന് വേണ്ട. ഓക്കെ ഹോമിസ്. ഓ ഇവിടെ നിന്നിട്ടാ മറ്റേ മലകളുടെ വ്യൂ കാണാൻ കുറച്ചുകൂടി രസം. ഓ താഴെ കണ്ട സ്ഥലം അതല്ലേ? ഓ അവിടെ എന്തോ ആൾക്കാർ താമസിക്കണൊക്കെ ഉണ്ട് കേട്ടാ. എന്തായാലും കൊള്ളാം. ഇവിടെ നിന്നാണ് വ്യൂ പോയിൻ്റ് രസം കാണാൻ. ലൈം സ്റ്റോൺ മലകൾ, വിയറ്റ്നാം കോളനികൾ. ഞാൻ ഈ മുകളിലോട്ട് നീങ്ങട്ടെ കേട്ടോ ഹോമിസ്. Give me one water. This one, yeah. How much? 20, yeah? Wow. Okay, cái lấy cái bô kìa lấy. Đừng nói nhiều đó. 1 2 3 4 5. Lấy cái gì kìa. 12 12. Yeah. Where's fall? Waterfall. Waterfall. It's not waterfall, it's the light. The sunlight. Just light? Yeah, the light. No, I'll give you 10,000. 10. Yeah. It's Yeah. 12 there. Yeah. Yeah. Yeah, 10, 20. No, you just count it. Yeah, 2, 4, 6, 8, 10. Ơ? 2, 4, 6, 8, 10. Yeah, thank you. Yeah, Yeah. thank you. കണ്ട
പൈസ തെറ്റിപ്പോണം കേട്ടോ. അതായത് ഇവിടെ പൈസ കണക്ക് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. 10,000 20,000 ഈ വെള്ളത്തിന് 20,000 ഡോങ്ങാണ്. 4 കേവ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ കേവ്സിലോട്ട് നമുക്കിനി നീങ്ങാം. ഓക്കെ, ഫസ്റ്റ് കേവ് എത്തി കേട്ടോ ഹോമീസ്. ഓ, കേവ്സ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഓ, ഇവിടെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. ബ്യൂട്ടിഫുൾ. ഓ, വെള്ളവും വീഴുന്നുണ്ട് ഹോമീസേ. ഓ, ഇവിടെ തന്നെ റെഡിയാക്കിയ ഇതാണ്, പ്രതിമയാണ്. കൊള്ളാം. ഓ, കേവ്സ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ്. വെള്ളറ്റി വീഴുന്നുണ്ട് കണ്ടോ. ഓ മാൻ, ഈ കേവ് കൊള്ളാലോ. താഴത്തുനിന്ന് ഇറങ്ങി ഭയങ്കര സ്ലിപ്പറിയാണ് ഹോമീസ്. ഓ, ഇതിന് ഉള്ളിലോട്ട് പോയിട്ട് ഭയങ്കര ഒരു വേഗമുണ്ട്. ഓ, സ്ലിപ്പറി ആട്ടോ ഈ സ്ഥലം. ഓ മാൻ, ഓ ഉള്ളിൽ ഭയങ്കര സ്പേഷ്യസ് ആട്ടോ കണ്ടോ. ഓ ഡേം മാൻ, ഡേം ഡേം ഡേം. കണ്ടോ നിങ്ങൾ? കണ്ടോ, ജോയിൻ ഭയങ്കര വലിയ ബുദ്ധൻ്റെ സ്റ്റാച്യു. കിടിലൻ കേവ് വേണ്ടിട്ടാ. സെറ്റപ്പ്. ഞാൻ താഴോട്ട് വേണ്ടേ. കൊള്ളാല്ലേ ഹോമീസ്. ഓ മാൻ, നമ്മൾ വന്ന വഴിയാട്ടോ അത്. ഓ, എനിക്ക് ബുദ്ധൻ്റെ സ്റ്റാച്യു രക്ഷയില്ല ഹോമീസ്, രക്ഷയില്ല. നിങ്ങൾ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സ്റ്റാച്യു രക്ഷയില്ല കേട്ടോ. കിഡിലനായിട്ടുണ്ട് അവിടെ കാണാൻ. ഓ, മെഡിറ്റേറ്റിംഗ് മോഡ് ഓൺ. എന്തായാലും ഞാൻ ഈ അടുത്ത കേവിലോട്ട് പോട്ടെ. 4 കേവ് ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. മുകളിലോട്ടൊക്കെ ഫ്രിട്ടിയുടെ ഉപ്പാ. ആ, അങ്ങനെ ഹോമീസ് നമ്മുടെ അടുത്ത കേവ് എത്തിയിട്ടുണ്ട്. കേവ് എന്താണെന്ന് അറിയില്ല, എൻ്റെ ഒരു വീക്ക്നെസ്സാ. ഒരു സ്ഥലത്ത് തന്നെ 4 കേവ് ഉള്ളത് സൂപ്പറല്ലേ. 4 3 ഒരു സംഭവം തന്നെ കേട്ടോ. ഓ, ഇവിടെ ചെറിയ എന്തോ വഴിയുണ്ട് താഴോട്ട് ഇറങ്ങാൻ. പക്ഷെ ഫസ്റ്റ് വൺസ് കണ്ടത് സംഭവം ഭയങ്കര പീസ്ഫുള്ള്. ഫോൺ എടുക്കുക, ടോർച്ച് അടിക്കുക. നല്ല ചീഞ്ഞ മണം. ഓ, ഒരു ഗുഹ അങ്ങോട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല ഇവിടെ ഹോമീസേ. ഇവിടെ വേറെ ഒന്നുമില്ല. ഡെഡൻ്റാ. വേറെ ഒന്നുമില്ല, ഡെഡൻ്റാ. ഞാൻ വിരിച്ച് അതോട്ട് വേറെ വഴിയുണ്ടെന്ന്. അപ്പോൾ റേറ്റിങ്ങിൽ ഇപ്പം മുന്നിൽ നിൽക്കുന്നത് ഫസ്റ്റ് കണ്ട ഇതാട്ടോ, കേവാണ്. ഫസ്റ്റ് കയറിപ്പോയത് അതൊരു 1.5 ഗുഹയാണ്. കാണാൻ ഭയങ്കര മൂടും. ഞാൻ അടുത്ത ഗുഹയിലോട്ട് പോട്ടെ. ഓ, ഇതിനുള്ളിൽ വൻ തിരക്കും മഞ്ഞിരിട്ടുമാണ് ഹോമീസ്.
ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കണോണ്ടേ സമയം പോവാ. അങ്ങനെ ഹോമീസ ഈ കേവിലോട്ട് കയറുവാണ്. ഇത്തിരി ടാസ്ക് ആട്ടോ അവിടെ, സൂക്ഷിച്ച് കയറുക. ഇങ്ങനെ വെള്ളം ഒറ്റി വീണുകൊണ്ട്, പിന്നെ മഴയുമാണ് പുറത്ത്. അപ്പോൾ സൂക്ഷിച്ച് കയറാൻ നോക്കുക മാക്സിമം. ഇവർ എൻ്റെ ബാക്കിലുള്ളവരൊക്കെ പോയി, വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് പോലും കാട്ടിയില്ല, അവരൊക്കെ പോയി. ഇപ്പം ഞാൻ കയറട്ടെ അതിന് മുകളിലോട്ട്. ഓ അങ്ങോട്ട് കുറച്ചുണ്ട് കേട്ടോ ഹോമീസ, നോക്കി കണ്ടോ. കെയർഫുൾ. ആള് കയറുന്നുണ്ട്. ടാസ്കാട്ടാ. ഓ ഇതാണ് അപ്പോൾ ഇവിടുത്തെ കേവ്. ഓ ഇതിൻ്റെ മുകളിലോട്ട് വഴിയുണ്ട് തോന്നിട്ട് അങ്ങോട്ട്. പക്ഷെ ടാസ്കാ. എൻ്റെ പൊന്നെ, ഇനി അങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കേരളന്നെ ടാസ്ക് ആയിരുന്നു. കൊള്ളാട്ടെന്നാലും, പക്ഷെ ഫസ്റ്റ് ഗെയിമിൻ്റെ അത്ര ഇല്ല. അവിടെ എന്തൊരു സംഭവം ഉണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് കല്ല് മാത്രം. അപ്പം ഇതാണ് ഫൈനൽ കേവ് വന്നേട്ടെ, തേർഡ് കേവ്. കൊള്ളാം എന്തായാലും. ഞാൻ പോയി നോക്കട്ടെ, ഇറങ്ങട്ടെ. അങ്ങനെ ഹോമീസ 3 കേവുകളും നമ്മൾ കണ്ടു കഴിഞ്ഞ്. എനിക്ക് കണ്ടതിൽ വെച്ച് ഫസ്റ്റ് കേവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ചിന്ന പൊളി കേവാട്ടോ. ലാസ്റ്റ് വൺ നമുക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ കയറുക. ഓക്കെ, അല്ലെങ്കിൽ കയറണ്ട, കാണാനൊന്നുമില്ല. ഞാനി താഴോട്ട് ഇറങ്ങുക. അങ്ങനെ മാർബിൾ മൗണ്ടൻ കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. വേറെ ഒന്നുമില്ല ഇവിടെ കാണാനായിട്ട്. ഉണ്ട് തോന്നുന്നു താഴെ എന്തൊരു സംഭവം ഉണ്ട്. അതോടെ കണ്ടിട്ട് ഞാൻ അടുത്ത പരിപാടിയിലോട്ട് നീങ്ങട്ടെ കേട്ടോ. ഓ ബ്യൂട്ടിഫുൾ. ഇത് നമ്മുടെ പീസ് പഗോഡ മാതിരി തന്നെയുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ. അപ്പോൾ എൻട്രൻസ് ഇങ്ങനെയും നമുക്ക് വരാം, അങ്ങനെയും കയറാം. 2 വഴികളുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് എൻട്രൻസ്. ഈ ബുദ്ധൻ്റെ സ്റ്റാച്ചു കിടലിനായിട്ടുണ്ട്. പ്രെട്ടി ഡോപ്പ് ആംബിയൻസ് ആട്ടാ ഇത് വെച്ചിട്ടുള്ള. പ്രെട്ടി ഡോപ്പ് ആംബിയൻസ് അവിടെ കണ്ടോ. കൊള്ളാമല്ലേ മാൻ. ഹി റെസ്റ്റ് വിത്ത് ദ നേച്ചർ. ബ്യൂട്ടിഫുൾ. കൊള്ളാം. അങ്ങനെ ഹോമീസ് നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ് മൊത്തം. അപ്പോൾ ഇവിടെയും കൂടി ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു, അവിടെ കയറി ഇതിവിടെ ഇറങ്ങി. ഇപ്പോൾ ഒരു മാർക്കറ്റ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഹോമീസ മാർബിൾ മൗണ്ടൻസ് മൊത്തം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. അതായത് ലേഡി ബുദ്ധ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഈ മാർബിൾ മൗണ്ടൻസിൽ നിങ്ങൾ എത്രയും രാവിലെ വരാൻ നോക്കുക. ഉച്ചയാകുമ്പോഴേക്കും ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ഭയങ്കര സീനാണ് അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് പോകാൻ. അപ്പോൾ എത്ര പെട്ടെന്ന് വരുന്നത് നിങ്ങൾക്ക് എല്ലാം ഭയങ്കര കൂളായിട്ട് കണ്ടിട്ട് പോകാം. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഈ മാർബിൾ മൗണ്ടൻസിലോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിളാണ് ഡനാങ്ങിൽ. പക്ഷേ നമ്മുടെ ലേഡി ബുദ്ധ എന്ന് പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോകാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ശരിക്കും ഊബർ മാതിരത്തെ ഒരു ആപ്പാണ്. പക്ഷേ അതിൽ ബൈക്കും ഉണ്ടാവും കാറും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് പോവുക. ഞാൻ ബൈക്കാണ് ചൂസ് ചെയ്തത്, ഭയങ്കര ചീപ്പറുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ ബൈക്ക് വരണ വെയിറ്റ് ചെയ്യുക. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. വന്ന് നേരെ ലേഡി ബുദ്ധ ലൊക്കേഷനിലോട്ട് പോവാം. ലേഡി ബുദ്ധ
ഇവിടുത്തെ ഗ്രാബ് എന്ന് പറഞ്ഞ ടാക്സി കേട്ടോ അത്. 1 സീൻ ടാക്സിയാണ്. ടാക്സി എന്ന് പറഞ്ഞാൽ 2 വീലറാണ്, ചീപ്പാണ്. അപ്പോൾ ഇതിൽ കയറിയാണ് നമ്മൾ പോകുന്നത്. റൈഡ് നൈസായിരിക്കും, പോയി നോക്കിയിട്ട് വരാം. പിന്നെ ലേഡി ബുദ്ധ കാണാനെത്താം. അവിടെ പെട്രോൾ അടിക്കട്ടാ. ഇവരാണ് ഗ്രാബാണ് ഏറ്റവും സുഖമുള്ളത് നമുക്ക് പോവാൻ. ഭയങ്കര ചീപ്പുമാണ്. ഇനിയിപ്പോൾ ലേഡി ബുദ്ധ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും മോട്ടോർ സൈക്കിളാണ്. യമഹയുടെ വണ്ടി. കാറുകൾ ഞാൻ നിസാൻ്റെ കണ്ടു, ഹ്യുണ്ടായുടെ കണ്ടു, ടൊയോട്ടോയുടെ കണ്ടു. BM ഭയങ്കര റയറാണ്. പിന്നെ ആൾ വണ്ടി കയറി നിർത്തി നെക്സ്റ്റിലോട്ട് വിടാം. ഇവിടെ വന്ന് ഇത് ട്രൈ ചെയ്യാൻ നോക്കുക. ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ ഗ്രാബ്. പക്ഷേ നമുക്ക് ഇനി ലേഡി ബുദ്ധ കാണാൻ പോകട്ടെ. ഫീമെയിൽ ബുദ്ധ. അത് ഫീമെയിൽ ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുന്നതിനെ റെപ്രസെൻറ്റിങ് ആണ് ഈ സംഭവം. ഫീമെയിൽ ബുദ്ധ. ഇവിടുത്തെ ഭയങ്കര വലിയ ഐക്കോണിക് ആയിട്ടുള്ളൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആട്ടെ ഇത്. അവിടെ വരാം. പക്ഷെ വന്നിന്ന് ഭയങ്കര രസമാണ്. ബീച്ചിൽ നിന്ന് ഇവിടെ നിന്ന് കാണാം. ഭയങ്കര രസമാണ്. ഞാൻ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാണുന്ന മൊത്തം ഡനാങ് ബീച്ച്. ഇതല്ലേ ഡനാങ് ബീച്ച് എന്ന് പറഞ്ഞ സൈഡ്. ഓ, സ്റ്റാച്ചു കാണണ്ടോ നമുക്ക്? കീടിലെ സ്റ്റാച്ചു കേട്ടോ. ഞാനത് സ്റ്റാച്ചുവിലോട്ടൊന്ന് കയറട്ടെ. കണ്ടോ ഹോമിസേ? ഒരു രക്ഷയിലാട്ടെ ഈ സ്റ്റാച്ചു. ഓ ആൻഡ് ബ്യൂട്ടിഫുൾ. കിടിലനായിട്ടുണ്ട് അല്ലേ? ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട് സൈഡ് കാണിക്കാൻ പറ്റാൻ നോക്കട്ടെ. ഭയങ്കര വലിയ സ്റ്റാച്ചു. ഈ സൈഡിലെ ബീച്ച് കാണാനാണ് ഭയങ്കര രസം. ഇതെന്താ ബോൺസൈയുടെ വലുതോ? ആ അതെ. Oh man, beautiful. കൊള്ളാല്ലേ? ഞാനേ അതിൻ്റെ എഡ്ജൊന്ന് കാണട്ടെ. ഓ ബീച്ചായിട്ട് ഡനാങ് ബീച്ച്. കണ്ടോ? നല്ല രസമാട്ടോ. ബീച്ച് സൈഡിൽ പോയപ്പോഴും നല്ല രസമാണ്. ഞാൻ ബീച്ചിൽ പോയിരുന്നു അപ്പുറ സൈഡ്. അതും ചിന്നപ്പൊളിയാ. ഞാനിനി താഴോട്ട് ഇറങ്ങട്ടെ. താഴോട്ടെന്താ വെച്ചാൽ അവിടെ എന്താ കാണാനുണ്ട് അതുകൂടി നോക്കട്ടെ കേട്ടാ. ഈ ഒരു സ്റ്റാച്ചു ഒരു രക്ഷയില്ലാത്ത സ്റ്റാച്ചു കേട്ടാ. മാൻ പ്രിറ്റി ഡോപ്പ്. എന്തായാലും ഇവിടെ ഒന്ന് കാണുക. ആ ബീച്ച് സൈഡ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ എന്തായാലും പറയും. ഞാൻ അടുത്ത് പോയിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ കണ്ടിട്ട് വരാം. അപ്പോൾ ഹോമീസേ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സ്റ്റാച്ചു കാണാൻ പറ്റുണ്ടാവും അല്ലേ? ഇങ്ങനെ സ്റ്റാച്ചുവിൻ്റെ അകത്ത് കയറാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. സ്റ്റാച്ചു അല്ല, ലൈറ്റ് ഹൗസ് അല്ലേ പിന്നെ നടക്കങ്ങോട്ട്. നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഇരിക്കുന്നു. ചിന്നപ്പൊളിയായിരുന്നു. ഡനാങ്ങിൽ ഇനി കേട്ടോ ബീച്ചിലേക്ക് പോകാനുണ്ട്. ഞാൻ ബീച്ച് സൈഡ് എനിക്ക് ഇവിടെ മഴയായിരുന്നേ വൈകുന്നേരം ഓണാവുള്ളൂ. ഞാൻ വേറൊരു സംഭവമുണ്ട് അത് കാണുമെന്ന് വിചാരിച്ചില്ല ഇനി പോണേ. ഏത് നമ്മുടെ ഡ്രാഗൺ ബ്രിഡ്ജ് ഷോ. രാത്രി പോലത്തെ ഡ്രാഗൺ തീതുപ്പും. അതൊരു
ഡ്രാഗൺ ബ്രിഡ്ജ് ഉണ്ട്, ഒരു പാലം അവിടെയൊക്കെ. ആ പാലത്തിൽ നിന്ന് ഡ്രാഗൺ തീതുപ്പും ആ വെള്ളം ചീറ്റും. ശനി ഞായറുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞതിനോട് ആ ഷോ കാണാൻ പോകണം. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവം. എന്തായാലും ഇത് നൈസായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ അവിടെ കാണാൻ. എപ്പോഴും നല്ല പീസ്ഫുള്ളാണ്. കുറച്ച് നേരം വന്നിരുന്ന് എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് പോവുക. നമ്മുടെ ലേഡി ബുദ്ധയുടെ അവിടെ നിന്ന് ഇപ്പം നമ്മുടെ ഇവിടേക്ക് പോവുക, ഡ്രാഗൺ ബ്രിഡ്ജിലോട്ട്. അപ്പോൾ പോണൊക്കെ തന്നെ വിശന്നു. കുറേ നേരമായി ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇരുട്ടായി നോക്കണ്ട, ഇവിടെ 4 മണിയായി തന്നെ ഇരുട്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ചില സമയത്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കും. ഇവിടുത്തെ ഭക്ഷണം കൊള്ള ഈ സ്ഥലത്ത്. അപ്പോൾ ഇത് പോയി ഭക്ഷണം കഴിച്ചു നോക്കാം. One. You chicken rice? Chicken rice. Yeah. English? You speak English? English. Soup seaweed. Soup? Soup? Seaweed. Seaweed. Yeah. Okay. Rice? No. Soup. Soup? What? No soup. No soup? No soup. One chicken rice. അവനെ പറഞ്ഞ് കഴിക്കാൻ പറ്റപ്പാട്. ഇവിടുത്തെ ചിക്കൻ റൈസ് നൈസ് കേട്ടോ. അത് കഴിക്കാനായിട്ട് ഞാൻ വന്നത്. ഓഫീസിൽ നമുക്ക് കിട്ടി ചിക്കൻ റൈസ് കേട്ടോ. സംഭവം കൊള്ളാൻ കണ്ടിട്ട്. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓ നല്ല ഹോട്ടാട്ടോ. ആണ് ചിക്കൻ റൈസ്. താങ്ക് യു. ഓ അപ്പം നമ്മളവിടെ ഐറ്റം വന്നിട്ടുണ്ട്. ഹോമി ചെയ്താട്ടോ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഓ ഇതെന്തോ ചില്ലി സോസ് മരത്തൊരു സാധനം. ഓ കൊള്ളാട്ടെ സാധനം, നല്ല ടേസ്റ്റി. ഇത് കഴിച്ചോട്ടെ, ക്യാബേജ് ഉണ്ട്. സൂപ്പും കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ വന്ന് എന്തെങ്കിലും കഴിക്കാൻ ഞാൻ സ്ഥലം സജസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ നമ്മുടെ ചിക്കൻ റൈസ് കൊള്ളായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ തിന്ന് തീർത്തു. എൻ്റെ പൊന്നെ കിഡിലനായിരുന്നു. ആ കോഴീനൊക്കെ ഞാൻ മൊത്തം റേപ്പ് ചെയ്ത് കളഞ്ഞു. അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ റൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിത് ലൊക്കേഷൻ ഞാൻ എൻ്റെ ഇതിലിടാം. എനിക്ക് അറിയില്ല ഇതിനൊക്കെ നല്ല ചിക്കൻ ആൻഡ് റൈസ് ഉണ്ടാവും. ഈ റെസ്റ്റോറൻറ്റ്
പക്ഷേ പേരൊന്നും വായിക്കാൻ കിട്ടില്ല, എന്നാലും ഞാൻ ഇടാട്ടാ. ഹോമീസ് ഇവിടെ നിന്നാട്ടാ നമ്മൾ കഴിച്ച് കിട്ടില്ല ഭക്ഷണം. 75 പെപ്സി. Yes, one chicken and one Pepsi. പെപ്സി. Thank you. Bye. Okay. ഹോമീസ് നമ്മൾ ഇവിടെ നിന്നാട്ട കഴിച്ചേ. കീടില്ലെന്ന് പറഞ്ഞാൽ കീടില്ല. ഇവരുടെ ചിക്കൻ ഫ്രൈ പ്രോസസ്സ് ഇങ്ങനെ തോന്നുന്നുണ്ടാ, പക്ഷെ ഒരു രക്ഷയില്ല. ഇങ്ങനെയാണ് ഒരു ഫ്രൈ ചെയ്യുന്നത്. കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഞാൻ ഈ കട നിങ്ങളുടെ സജസ്റ്റ് ചെയ്യും. കൊംകാക്വ ഞങ്ങളുടെ ഈ കടയുടെ പേരിട്ടാവും. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ചിക്കൻ ആൻഡ് റൈസ് ഇവിടെ നിന്ന് ട്രൈ ചെയ്യണം. ഒരു രക്ഷയില്ലാത്ത ഐറ്റം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ആൾക്കാരുടെ ബഹുമാനാണ് ഹോമീസ്. ബഹുമാനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം നന്നായോ എന്ന് ഓക്കെ കടക്കാരൻ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ ചോദിക്കും നല്ലതല്ലേ, പൊട്ടയാണോ, അയാൾ ആ കടയിൽ നല്ല സാധനങ്ങളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും, കഴിക്കാൻ പറ്റുമോ. അത് രണ്ട് സ്ഥലങ്ങളുടെ വ്യത്യാസം കേട്ടോ. നിങ്ങളിപ്പോൾ ഡനാങ്ങിന്ന് ഇപ്പോൾ ഹോച്ചിമിനിൽ പോയി, ഹോച്ചിമിനിൽ ഭയങ്കര കള്ളന്മാരുടെ കളിയാണ്. എനിക്ക് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഇത് അൺടച്ച്ഡ് മാരത്തെ ആൾക്കാരുടെ തോന്നാം സ്വഭാവത്തിൽ കേട്ടോ. അതായത് ഹിമാചലിൽ പോയ പഹാഡീസിന് കിട്ടും. പഹാഡീസിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ജെനുവിനാണ് ഭയങ്കരം. അതല്ലാത്ത ആൾക്കാരുണ്ട്, ജെനുവിൻ അല്ലാത്തവർ. അത് കുറച്ച് സീനാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഡ്രാഗൺ ബ്രിഡ്ജിലോട്ടാണ്. ഇതിപ്പോൾ നൈറ്റ് ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ എടുത്ത ഡ്രാഗൺ ബ്രിഡ്ജ്. അപ്പം ഞാൻ നേരെ നമ്മുടെ ലേഡി ബുദ്ധേന്ന് ഹോസ്റ്റലിൽ പോയി ഫ്രഷായി. കാരണം രാത്രി 9 മണിക്കാണ് ഈ പരിപാടി ഉള്ളത്. അപ്പം ഞാൻ എന്തായാലും ഇനി നേരെ അങ്ങോട്ട് വിടട്ടെ കേട്ടോ, നമ്മുടെ ഡ്രാഗൺ ബ്രിഡ്ജിലോട്ട്. അത് ദിവസം നല്ല ചിൽ രസമാണ്. നിങ്ങളിതിവിടെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ വൈബ് എന്താണ്. നല്ല രസമാണ്. എല്ലാ ഫുഡൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഞാനിപ്പോൾ കഴിച്ച സാധനം രസമാണ്, കിഡിലെ സാധനം. അപ്പോൾ ഹോമീസെ ആ ദൂരെ കാണുന്ന മളങ്ങി നിൽക്കുന്ന ഡ്രാഗണാണ് നമ്മുടെ ഡ്രാഗൺ ബ്രിഡ്ജ്. നിങ്ങൾക്ക് എൻ്റെ ഈ ക്യാമറ എൻ്റെ പൊന്നെ സീൻ കോൺട്ര. കണ്ട ഇവിടെ നിന്ന് സോളായിട്ട് ഒറ്റയ്ക്ക് വീണ ഒറ്റയ്ക്ക് തന്നെ, അത്രേ ഉള്ളൂ. ഇതാണ് ഡനാങ്ങിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രാഗൺ ബ്രിഡ്ജ്. അവർ വിചാരിച്ചു എനിക്ക് വട്ടാന്ന്. പോട്ടെ. ഇതാണ് ഡനാങ്ങിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രാഗൺ ബ്രിഡ്ജ്. രാവിലെ കാണാനൊരു കാഴ്ച, രാവിലെ നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ, രണ്ട് കാഴ്ചകളാണ്. ഞാൻ എൻ്റെ ക്യാമറ മൗണ്ട് ചെയ്തായിരുന്നു. ആൾക്കാർ വിചാരിക്കണം ഞാൻ എൻ്റെ ഈ ബ്രിഡ്ജിനെ നോക്കി കയ്യുമ്പോക്കി ഇങ്ങനെ കാണിക്കണേതാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്തു എന്നുള്ളൂ. മൊത്തം ഭയങ്കര ലിറ്റാട്ടോ ഇതിന് ചുറ്റും. നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും അല്ലേ. അവിടെ ഒരു മാരിയറ്റിൻ്റെ ഹോട്ടലുണ്ട്. മാരിയറ്റിൻ്റെ ഹോട്ടൽ വൻ ഷോ എപ്പോഴും. ഷോ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കൊണ്ടുള്ള ഭയങ്കര ഇതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ്ലി. ഇപ്പോൾ ഒരു നൈസ് വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡ്രാഗൻ്റെ മൂട്ടിൽ ഫെറസ് വീല് കണ്ടോ, ഇവിടെ കുറേ പ്രസൻസ് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല ഇത് കാണാൻ. വമ്പൻ ലുക്ക് എന്ന് പറഞ്ഞാൽ വമ്പൻ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബ്രിഡ്ജിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഡ്രാഗൺ ബ്രിഡ്ജ് ഭയങ്കര രസമുണ്ട്. അതിനപ്പുറത്ത് ഇവിടെ ഭയങ്കര ഓണാട്ടോ. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബങ്മി കടയുണ്ട്. ബങ്മി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളിവിടെ കഴിക്കണം, മസ്റ്റ് സാധനമാണ്. വിയറ്റ്നാമിൽ വന്നാൽ ഒരിക്കലും മിസ്സാക്കാത്തൊരു സാധനമാണ് ബങ്മി. അത് അവിടെ കഴിഞ്ഞിട്ട് പറയാം. ഞാൻ കുറേ നടന്നപ്പോൾ എനിക്കിപ്പോൾ തന്നെ വിശന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് ഞാൻ ചിലപ്പോൾ ആ ഫെറസ് വീലിൻ്റെ അവിടേക്ക് പോകും. ഞാൻ കുറേ നാളായി അതിൽ പോകണം ചിലപ്പോൾ എനിക്ക് വേറെ കുറച്ച് പരിപാടികളും ഉണ്ടായിരുന്നു ഇവിടെ. കാരണം നാളെ എനിക്കൊരു യാത്രയുണ്ട്. നാളെ ഞാൻ ബാണ ഹിൽസിലോട്ട് പോകും. ബാണ ഹിൽസിലോട്ട് പോകുമ്പോൾ അതൊരു പാക്കേജ് എടുത്തിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിക്ക് ഒരു ടൂർ ഓപ്പറേറ്ററിനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മീറ്റ് ചെയ്യണം.
അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഇതിൻ്റെ അടുത്തോട്ട് പോവാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ബാക്കിയുള്ള കാര്യങ്ങൾ. ഇവിടെ വന്ന അതായത് ഡനാങ്ങി വന്ന എന്തായാലും ഈ ബ്രിഡ്ജ് കൂടെ നിങ്ങൾ ക്രോസ് ചെയ്യണം. ഭയങ്കര രസമായിട്ടാണ് നൈറ്റ് ഇത് കാണാൻ. കണ്ടോ ഡ്രാഗൻ്റെ വാല് ഇതിനെ കളർ ചേഞ്ച് ഇരിക്കും. ഈ ഡ്രാഗൻ്റെ ഫ്രണ്ടിൽ പോയാൽ നമുക്ക് കാണാൻ വേണ്ടത് തീയും തുപ്പും വെള്ളവും ചീറ്റും. അങ്ങനത്തെ ഒരു ഡ്രാഗണത്, വെറൈറ്റി ഡ്രാഗനാണ്. ആദ്യം ഞാൻ വിചാരിച്ച് വെറുതെ കൺസ്ട്രക്ഷൻ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ രാത്രി കാണുമ്പോൾ വേറെ മൂടായി സാധനം, ട്രിപ്പിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി സാറ്റർഡേ സൺഡേ 9 മണി തൊട്ടിട്ടാണ് 15 മിനിറ്റ് അങ്ങോട്ട് ഉള്ളു ഈ പരിപാടി, വെള്ളം ചീറ്റലും തീ തുപ്പലും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് വന്ന് കാണുക, മിസ് ചെയ്യണ്ട. മനസ്സിലായോ? ഞാനിപ്പോൾ ഇത് അതിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ താഴെ പോയാൽ നിങ്ങൾക്ക് മൊത്തം അവിടുത്തെ വൈബ് പരിപാടിയാണ്. ഒരു മാർക്കറ്റ് ഏരിയ മാതിരി അതിൻ്റെ താഴെ, ഈ പാലത്തിൻ്റെ താഴെ ഈ പോകുന്ന റോഡുണ്ട്, ക്ലോസ്ഡ് 9 മണിക്ക്. തീ തുപ്പാനും വെള്ളം ചീറ്റാനും വേണ്ടി മാത്രം. കളർ മാറാൻ ടൈമായി തോന്നുന്നു ഡ്രാഗൻ്റെ. നോക്കട്ടെ കേട്ടാ, ഡ്രാഗൻ്റെ തല ആദ്യം എന്നുള്ള പരിപാടിയുള്ളൂ നിങ്ങൾക്ക്. കളർ മാറി തുടങ്ങി മോനെ, നീലേന്ന് മാറി പച്ചയായി. കണ്ടാ ചില്ലില്ലേ? ഡ്രാഗൺ ബ്രിഡ്ജ്. പിന്നെ മാരിയറ്റ് ഹോട്ടലിൽ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കണ, മിന്നിക്കൊണ്ടിരിക്കണ ചിന്നപ്പൊള്ളിയില്ലേ? നൈറ്റായ ഭയങ്കര ലിറ്റ് സ്ഥലമാട്ടോ ഇത്. ഡ്രാഗൺ തന്നെ ലിറ്റാ, പിന്നെയാണോ? ഞാൻ വേഗം നടക്കട്ടെ, അല്ലെങ്കിൽ ഡ്രാഗൺ തീതുപ്പണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് വീണ്ടും ഡ്രാഗൺ കളർ മാറിയിട്ടാ, ഡ്രാഗൻ്റെ തലേ തറയിട്ടാ. കണ്ടോ നിങ്ങൾ? pretty awesome. ഇവിടെ ആൾക്കാർ മൊത്തം വെയിറ്റിംഗ് ആണ് ഡ്രാഗൺ തീ തുപ്പാൻ വേണ്ടിയിട്ട്. തീ തുപ്പം വെള്ളം ചീറ്റും, അത് കാണാൻ വേണ്ടി തന്നെ ഞാനും നിൽക്കണം. കണ്ടോ മിസ്, ഇതാണ് ഡ്രാഗൺ. ഈ റോട്ടിൽ ഡ്രാഗൺ ബ്രിഡ്ജ് എന്നാണ് ഈ ബ്രിഡ്ജിൻ്റെ പേര്. ഇപ്പം ഈ റോഡ് വരുന്നുണ്ടല്ലോ, ഇതിപ്പോൾ ബ്ലോക്ക് ആവും. എന്നിട്ടാണ് ഇവിടെ ഈ ഷോ നടക്കുക. ഭയങ്കര രസമായിട്ടത് കാണാൻ. ഇവിടെ വന്ന് എന്തായാലും മിസ് ചെയ്യാണ്ട് കാണേണ്ട പരിപാടിയാണ്. 9 മണിക്കാട്ടോ സംഭവം. ലിറ്റർ ചൂട് ഇവിടെ വരെ അറിയാണ്ട് കേട്ടോ. നിൽക്കുന്ന കുറേ മുണ്ണകളെ നിങ്ങൾക്ക് കാണാനുണ്ടോ? ഈ മുണ്ണകളൊക്കെ ഇപ്പം നനയും. ഇപ്പം നനയും. ഇപ്പോൾ വെള്ളം വരും. വെള്ളം വന്ന് ഈ മുണ്ണകളൊക്കെ നനയാണ് നമുക്ക് കാണാട്ടോ. ഡ്രാഗൻ്റെ വായിന്ന് വെള്ളം വരട്ടെ. വെള്ളം വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഇവരാരും ഒന്നും ഒരു ടൈപ്പിലുള്ള റെയിൻകോട്ടൊന്നും ഇട്ട് വെച്ചിട്ടില്ല. അപ്പോൾ നനയാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. ഇപ്പം നനഞ്ഞ എങ്ങനെ അവസ്ഥ നിങ്ങൾക്ക് കാണാമല്ലോ. ഇനിയുണ്ട് കേട്ടാ. ഓ രണ്ടാമത്തെ വീണ്ടും
മിസ്സ ഷോ കഴിഞ്ഞ് വണ്ടികളൊക്കെ കടത്തി വിട്ടു, ആൾക്കാരൊക്കെ പിരിച്ചു. ആകെ ഒരു അരമണിക്കൂറത്തെ പരിപാടികളോട്ടാ. സംഭവം കൊള്ളാം. ഞാനിത് 2ാം ദിവസമായി വന്നിട്ട് ഇതിങ്ങനെ കാണുന്നു. ആൾക്കാർ ഇവിടെ വരും എല്ലാ ശനിയും ഞായറും 9 മണിക്ക്. ആ ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് അവിടെ ഇനി ആ ട്രാഫിക് കടത്തി വിട്ടു. ഓ മാൻ. ഇനി ഈ ബ്രിഡ്ജിൻ്റെ താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നൈസാട്ടാ, നൈസ് വൻ വൈബാ താഴോട്ട്. താഴോട്ട് മൊത്തം എന്താ പരിപാടി, അവിടെ എന്താ ഒരു ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ബിയർ ഫെസ്റ്റ്, വൈൻ ഫെസ്റ്റ്, അങ്ങനെ പല പരിപാടികൾ. പിന്നെ ഇവിടെ കുറേ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ. ഞാൻ ഒന്ന് താഴോട്ട് പോയിട്ട് വരാം. ഭയങ്കര തിരക്കാം ഇപ്പോൾ താഴോട്ട് ഇറങ്ങാൻ. കണ്ടോ മിസ്സ? അപ്പോൾ നമ്മൾ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മാർക്കറ്റ് കയറുന്നില്ല. ഞാൻ എൻ്റെ സ്ഥിരം കടയുണ്ട് പറ്റുള്ളത്. പറ്റെന്നല്ല, ഞാൻ സ്ഥിരം ബങ്മി കഴിക്കുന്നൊരു കടയുണ്ട്. നിങ്ങൾക്ക് ബങ്മി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിടിലൻ ഡിഷ് അത്. വിയറ്റ്നാമിൽ വന്ന എന്തായാലും നിങ്ങൾ കഴിക്കണം. അപ്പോൾ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഇങ്ങനത്തെ കടയുണ്ട്. ഈ കടയുണ്ട്. ഈ കടയിൽ പോവാം. ആ കടയാണെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു കടയാണ്. തൊട്ടടുത്താണ്. ഇവിടൊക്കെ നൈറ്റ് മാർക്കറ്റാണ് ഇവിടെ മൊത്തം. ഞാനത് ഇന്നലെ എൻജോയ് ചെയ്തതാണ്. അപ്പം ഞാനിപ്പോൾ നേരെ ആ ഭംഗി കഴിക്കാൻ പോകും. എനിക്ക് വിശന്നിട്ട് വയ്യ. ഡ്രാഗൺ ബ്രിഡ്ജ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ വിശന്ന് തുടങ്ങി. ഇതാണ് നമ്മുടെ ആളുടെ കട കേട്ടാ, ഈ ബങ്മി കട. ഇവിടുത്തെ പേരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ സാൻഡ്വിച്ചിൻ്റെ പേരാണ് ബങ്മി എന്നുള്ളത്. അതൊരു രക്ഷയില്ലാത്ത സാധനമാണ്. നമ്മുടെ പയ്യനാണ് അകത്ത് നിൽക്കണേ. ഏയ് നീഹ. ഹായ് ഹായ് നീഹ. 1 beef. 1 beef. Okay. Yeah, thank you. എന്നാൽ പിന്നെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാട്ടെ ഈ ഭംഗി എന്ന് പറഞ്ഞ സാൻഡ്വിച്ച് പ്രോസസ്സ് ഉണ്ടാക്കുന്നത്. നോ, ഇറ്റ്സ് ഫോർ മൈ വീഡിയോ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ റെഗുലറായിട്ട് വരുന്ന ഇവിടുത്തെ ബീഫ് ഭംഗി കഴിക്കുന്നത്. നല്ല ഫ്രഷും ഭയങ്കര ക്ലീനും ആട്ടോ ഈ സാധനം. നല്ല കിടിലൻ സാൻഡ്വിച്ച് വരെ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഐറ്റോ. ഭയങ്കര ഫേമസ് ആട്ടോ ഈ സാധനം ഇവിടെ. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇവിടെ തന്നെയുണ്ട് ഈ ഐറ്റം. വന്ന് കഴിക്കുക. ആശാൻ്റെ ഭംഗി വേറെ ലെവലാണ്. സ്പൈസിയുമാണ്, നല്ല ടേസ്റ്റുമാണ്, ഫ്രഷുമാണ്. ഇതിൽ പോർക്കുണ്ട്, ബീഫുണ്ട്, വെജ് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെന്നിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഈ സാധനം കിട്ടി നിങ്ങളടുത്ത് പറയാം. ഇവിടെ മേക്കിംഗ് ഉണ്ടോ? പട്ടപ്പട്ടപ്പട്ടയെന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടാക്കുന്നത്. വിയറ്റ്നാമിൽ വന്നാൽ എന്തായാലും കഴിക്കേണ്ട ഒരു ഐറ്റം കേട്ടോ അത്. മസ്റ്റ് ഭംഗി. ഇതാട്ടെ വരെ മെനു കാർഡൊക്കെ വരുന്നു കണ്ടോ. മാക്സിമം ഒരു 40,000 വരുന്നുള്ളൂ. നമുക്ക് ഭയങ്കര അഫോർഡബിളും ആണ്. ഭയങ്കര ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. എനിക്ക് ഇവിടത്തെയാണ് ഏറ്റവും ഇഷ്ടം കഴിച്ചതിൽ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡനാങ്ങിൽ വെച്ചിട്ട് എനിക്ക് ഇവൻ്റെ കടയാണ് ഏറ്റവും ഇഷ്ടം. ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി, ബെസ്റ്റ് സംഭവം, ബെസ്റ്റ് സാധനം. മേക്കും കിട്ടില്ല. ചില്ലി സിമ്പിൾ ടേസ്റ്റ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേതൊന്നും ഇത് നമ്മുടെ സബ്വേ ഒന്നും കഴിക്കാനേ തോന്നില്ല. സബ്വേ എടുത്ത് തോട്ടിയിടാൻ തോന്നും. അതൊക്കെ വെറും വേസ്റ്റാണ്. ഇത് കിഡിലൻ. Thank you. എൻ്റെ അഭിപ്രായത്തിൽ ഈ കടയ്ക്കാണ് ബെസ്റ്റ് വ്യൂ ഉള്ളത്. താങ്ക് യു. ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ താഴെയാണ് ഭംഗി. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ സാൻഡ്വിച്ച്. നമ്മുടെ കണ്ടോ ബീഫ് സാൻഡ്വിച്ച് വരുന്നത്. കിഡിലൻ ടേസ്റ്റാണ്, കിഡിലൻ. ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഭംഗി. ഓക്കെ, ആ കഴിക്കുമ്പോൾ ക്രിസ്പി. ഞാൻ ഈ ബ്രെഡ് ഭയങ്കര കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ ബ്രെഡ് കട്ട് ചെയ്യുന്നല്ല. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ്, പുറത്ത് ഭയങ്കര ക്രിസ്പി. അങ്ങനെയാണ് ചെയ്യണം. കിടിലൻ സാധനം. ഇന്നത്തെ ദിവസം പൈസ വസൂലാണെന്ന് ഞാൻ പറയും. എനിക്ക് ഫുഡ് കിട്ടില്ല. എനിക്കിവിടുത്തെ ഞാൻ ഫുഡ് ഭയങ്കര ഫ്ലോപ്പാവെന്ന് വിചാരിച്ചു. പക്ഷേ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു.
നല്ല കിടിലം വ്യൂവിൽ നല്ല കിടിലം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് പൈസ വസൂലല്ലേ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇനി ഔട്ടർ ഒന്നും പറഞ്ഞ് സമയം കളയാനില്ല. വിയറ്റ്നാമിലോട്ട് വരിക. ഞാനിപ്പോൾ ഉള്ളൊരു ഡനാങ്ങ, നാളെ ഞാൻ ബാണ ഹിൽസ് പോയി കാണും. അവിടെ ഒരു ടൂർ പാക്കേജ് എടുത്തിരിക്കുക. അല്ലാണ്ട് ബാണ ഹിൽസിലോട്ട് പ്രൈവറ്റായിട്ട് അല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നുമില്ല. അപ്പോൾ ടൂർ പാക്കേജ് എടുത്ത് പോകണമെന്നാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് തന്നെ അവർ വന്ന് തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുവിടും. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവരും അറിയില്ല നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. So that's it from me. You know me, right? My name is Vibin. It's spelled Vibin. And keep on vibing always. Keep on vibing.